മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കുണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമിന്നു തന്നെ. ശൈലമില്ലൊരു സംശയം അല്ലായിങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാനരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർവാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണോ ജീവിച്ചതില്ല രക്ഷോഗണോ. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു വാഴുവിധോ മർക്കടനായകന്മാരോടു ചൊല്ലിനാനർക്കതനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വെക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരു തുള്ളവരിന്നു മുണ്ടെങ്കിലോ എന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടുവന്തകൾ വീട്ടിനയക്കാമനുക്ഷണോ എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നുതരുതരെ വെച്ചു തുടങ്ങിനാർ പ്രാസാദ ഗോപുരർമ്യഗേഹങ്ങളും കാശീസകാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വരണവൃന്ദവും വാജിസമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും
ശക്രനോടങ്ങറിയിപ്പാനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരുതരെ ചാകയും മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരജിത്തു ജയിച്ചതുമെത്രയും പാർത്തോളമത്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാ നാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ടു തുരകങ്ങൾ നാദവും സന്തതം തെങ്ങി മുഴുകിച്ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനോ കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളോരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നിപുംബനുമന്നേരം മുമ്പിൽ ഞാൻ എന്നു മുതിർന്നു പുറപ്പെട്ട കുംഭനും താനും പ്രജംഘനും എത്രയോ വമ്പുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്ത കവിവീരരും രാത്രിയിലാർത്തങ്ങടുത്തു ഒരു രാത്രിഞ്ചരന്മാർ തെരുതരെ ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയോ ഏറ്റുപിടിച്ചു മടിച്ചു മിടിച്ചു മങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചുറ്റുമുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്ന് ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതെറ്റു രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താനതു നേരമമ്പു കൊണ്ടേറ്റമകന്നു കവികളോ കമ്പം കലർന്നൊഴി ചാരതു കണ്ടത ജംപാരിനന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഗനും യൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ കൗണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലിതനയനോ മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൽ പ്രജങ്കനെ താരയനുമത പിന്നെ യൗവണ്ണോ വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമത മൈദനോയോ ഭാഷനെ കൊന്നു വീഴ്ത്തിനാൾ നക്തം ജരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരാവാനരന്മാരൊക്കെ മണ്ടിനാൻ
സുഗ്രീവനും തേരിലാമാറു ചാടി വീണുഗ്രതയോടവൻ വിൽകളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ. അബ്ദിയിൽ വാരാനിധിയും കലക്കി മറിച്ചതി ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലത്തിനയച്ചിടിനാൻ. സുഗ്രീവനഗ്രജനെ കൊന്ന നേരമത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരേ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ച നികുംഭനു പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനു പേടിച്ചു മണ്ടിനാർ. ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാർ. പിന്നെ ഖരാത്മജനം മകരാക്ഷനോടന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക നേരം. മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്നീകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകുടഞ്ഞാഞ്ഞു ഭയപ്പെട്ടു വാനരൽ ചെന്ന ഭയം തരികെന്നു രാമാന്തികേ നിന്നു പറഞ്ഞതു കേട്ടളവേ. രാമചന്ദ്രനു വില്ലും കുഴിയെ കുലച്ചുടൽ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൽ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനോ. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ജാപവും തേരും പൊടിപെടുത്താനെയ്തുരാഘവൻ സാരഥി തന്നെയും കൊന്നതു നേരം. പരിലാമാറുചാടി ശൂലവും കൊണ്ടു പാരമടുത്തു മകരാക്ഷനെ തഥാ. പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തുമുട്ടു തീർത്തിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും
പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടും കൂടി പുറപ്പെട്ടാൻ. അപ്പോളതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം ബുക്കിരുന്നരുളിയിടുക. സന്താപമുണ്ടാകരുതിതു കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങളേതുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക. സത്വരം സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമതല്ലായി ഇലേവനും ഞാനിവനോട് പോജൈവനെല്ലാവരും ദീനതയെന്നിയേ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതിദാനം പരവശനായതു വനരവീരലെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേ ദിവാ വിട്ടു മയ്യൽ മിഴിയാൽ മുറവിളിച്ചിടിനാൾ ചോരയും പാരിൽ പറന്നിതതു കണ്ടു മാരുതി ജാനകി എന്നുതേറിടിനാൻ. ശോഭയില്ലേതു നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖ മൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ. ജാമ്പവാൻ തന്നോട് സാകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു
പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവർ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ ഇതമാകർണ്യ വിധിസുതനും കവിസത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങോ വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്നെങ്ങോട്ടു തന്നെ നടക്ക നീ എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്നങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാനിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം പോരുക നീയുമിങ്ങോട്ടിനി എന്നുടൽ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമേ പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രിതാനുമന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താൻ അതു കണ്ടു നിസ്സജ്ഞരായൊക്കെ നിന്നു കവികളോ ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു കോശമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിച്ചു ആത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ മായാ നിപുണനാം മേഘനിനാഥനിക്കാര്യ മനുഷ്ഠിച്ചതെന്തിനാസുകേൾ മർക്കടന്മാർ ചെന്നു ഭദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായമത്യത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലാകിലെന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവ സ്വാമി ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിധേ ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടള വലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൾ വസ്തു വൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദന തന്നെയും കൊന്നുവരികെന്നനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോവരനും നടന്നാനതു നേരം
മൈന്ദൻ വിവിധൽ സുഷേണൻ നളൻ നീലനിന്ദ്രാത്മജാത്മജൽ കേസരിതാരനു ശൂരൻ വൃഷഭൻ ശരഭൻ വിനദനു വീരൻ വനസൻ കുമുദൽ വികടനോ വാദാത്മജൽ വേഗദർശി വിശാലനും ജ്യോതിർമുഖൽ സുമുഖൽ ബലിപുങ്കവൽ ചേതൽ ദതിമുഖൻ അഗ്നിമുഖൽ ഗജൻ മേതുരൽ ധൂമ്രൻ ഗവയൽ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റോ നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില ബുക്കു നിറഞ്ഞിതു നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു കവികളോ ഏറ്റുമേറും കൊണ്ടോ വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരു മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനെ പറ്റലരെ ചറ്റകറ്റയൊഴിഞ്ഞൊന്നു കൽപ്പിച്ചു രാവണി വില്ലു ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൽ മുമ്പിൽ വേഗം പൂണ്ടു നടക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീര കഴിഞ്ഞില്ല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്യു സമയമടുത്തേതി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിടിനാൻ ശസ്ത്രങ്ങൾ കൊണ്ടോ പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തു മത്യർത്ഥമസ്ത്രങ്ങളെ തേടിനാൽ അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനുത്പന്നമോദം കുമാരനെ സാദരോ ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനോ രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നതേ ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതോ ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാനാസ്തയ വേല ചെയ്യുന്നതു അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നിന്നു നീയും നിൻ പിതാവുമറിക നീ
വംശം മുടക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മനസ്സേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവനിന്നു ഞാൻ അംശമാലികുല നായകാനുഗ്രഹം. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതേതു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബഹുബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചു. കണ്ടുകൊള്ളല്ലാകിലിന്നു ഞാൻ നിന്നുടെ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവാൻ. ഇത്തം പറഞ്ഞു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയോ 100 ശരമെയ്തുവാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിന ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തു ചരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തം ജരനു സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതിസാരമായോരോ വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ജാപമെടുത്തു കുലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ മുന്നം പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ പങ്ക്തി കണ്ഠാത്മജനന്നേരം. ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റമെടുത്തു ബാണങ്ങൾ തൂകിടിനാൻ സത്വരം. ലങ്കയിൽ പൊക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സാഗരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ട് ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൽ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംബോരുഹം മനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായന്തര തുണിയിൽ വന്നു പൂക്കോചരം. ഭൂമിയിൽ വീണിതു
രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൻ. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനു മന്നേരോ. ശങ്കാവീനം ചെറുജാണൊലിയിട്ടു ശംഖു വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം കൂപ്പിനാൻ. ഗാഢമായി ആലിംഗനം ചെയ്തു രാഘവനാടമോദം മുകർന്നിടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണ യുദ്ധേ മരിച്ചതു കാരണം. രാവണൻ താനോ മരിച്ചാനറിക നീ. ക്രുധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനു. ഇത്യമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്ര മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി. ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിന. ആ കുമാര മണ്ഡോദരേ നന്ദന, ഹാ സുകുമാര വീരാമനോഹര, മൽക്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു. ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായതു. നമ്മയും പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. നിന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതു കൊണ്ടു ഞാൻ. കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴുന്നുമേ ദുഃഖമടങ്ങുകയില്ല. ഗഡ്ഗവുമോങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേബധുഗാത്രിയായി. ആ രാമ രാമ രാമേതി ജപത്തോടുമാ രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞനത്യുത്തമൻ കർപ്പുരസത്തമൻ. വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ. നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക
നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ കുഹനുമനന്ദനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രതസ്നാനപരായണ ബോധവാൻ ഭാർഗവശിഷ്യൻ. വിനയവാൻ എന്നിരിക്കെ ഭവാനെന്നു യുദ്ധാന്തരേ നന്നു നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും. ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും. തവ ദുഷ്കീർത്തിവർദ്ധനോ രാത്രിഞ്ചരേന്ദ്രപ്രവരാ പ്രഭോമയാം. സാർദ്ധം വിരവോടു പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകീ ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മനസതാപവും ദൂരെ നീക്കിയിടുക. നീതിപാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയുമാസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ. രാമനും മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ. നിന്നുപോർ ചെയ്താനഭേദമായി നിർമ്മയം. പിന്നരഘൂത്തമൻ ബാണങ്ങളെ ചെയ്തു ഭിന്നമാക്കിയിടിനാൻ. രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു. ധീരതയും വിട്ടു വാങ്ങിനാദശാനന. പോരുമിണിമമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം പുക്കനന്തരോ. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിന. അർക്കാത്മജാതിയ മർക്കള വീരരു മർക്കാന്വയോദ്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കരവന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരെ മുഖ്യ നിശാചരന്മാരെയുമൊക്കെയൊടുക്കി ഞാനേകാകിയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രാകാരമതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതൂണീരചാപാശ്വരധാദികൾ വാനവരാലുമജയ്യനാ. പിന്നെ നീ
മന്ത്രം ഗ്രഹിച്ചുകൊൾകെന്നോടു സാദരമന്തരമെന്നിയേ ഹോമം കഴിക്കു നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതും തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഹവ്യഗവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തന്ത്രതത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം ബുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിന. വ്യോമമാർഗത്തോളം ഉത്ഥിതമായൊരു ഹോമധൂമം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൽ മന്നവ ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായച്ചിടുക സമോദമാശു. കവികുലവീരരേ, ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണമന്ദിരോ പുക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കടവീരരൊരുമിച്ചനാകുലം വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ സരമനിജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണ മാമയഹീനം പൊടിപെടുത്തങ്കത തത്ര ഗുഹയിലകം പൂക്ക നേരത്തു നക്തം ജരേന്ദ്രനെ കാണായിതന്തികേ മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ചയം കുണ്ഠത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഗണ്ണിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനെ ശീഘ്രമോ പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം ക്രീഡയ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശഗന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതുമിളക്കമുണ്ടായില്ല മനസ്സേ രാവണനും ജയ കാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചൂതൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്തനീവിയായി കുകഞ്ചുകഹീനനായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൽ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര. മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരനെ തലമുടി ചുറ്റിപ്പിടിപെട്ടു പാരിലിഴയ്ക്കുന്നതും കൊണ്ടിരിപ്പതുപോലെ പരിഭവമോർക്കിൽ ജലമതേ എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തൊന്നു ദുർമുദേ. ജീവിതാശാദേ ബലിയസി മാനസേഹ
വിധിവൈഭവമെത്രയും അത്ഭുതം. അർദ്ധമോ പുരുഷനു ഭാര്യയല്ലോ ഭുവി. ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നത് ഉത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവൻ മുതൽ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാകരൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നുതൻ വാളുമായി സത്വരം അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രിം ചരേശ്വര പത്നിയെയുമയച്ചാർത്തു വിളിച്ചു പുറത്തു പോനീടിനാർ. ഓമമശേഷം മുടക്കി വയമെന്നു രാമാന്തികേ ചെന്നു കൈതൊഴുതിടിനാൻ. മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാദേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൽ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണമിപ്പോൾ. അനുഭവം മിത്രോ മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ. ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധലോഭമോഹ സ്പൃഹാരാഗഹർഷാദിജരാ മൃത്യുജന്മങ്ങൾ ജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കു അജ്ഞാനമെല്ലാം അകലെ കളകനീ. ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയനാനന്ദപൂർണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലൂ. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടനാത്മനി ശോകവും കളകനീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവാൻ. അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടനെന്നോടു കൂടവേ ഭാവകൻ തങ്ങൾ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരൂ. വ്യഗ്രിച്ചതു കേട്ടു മണ്ടോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതോ. ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനൂതന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാമന്തരം പൃഷ്ടേ ധരിച്ചതോ. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും. 3 അടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും 3 അടിയായളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ
പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യുഭാവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാം. നിർലജ്ജനാകയാൽ മൂഢാജലപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനിക്കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കുകേട്ടോരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കനനെ ജീവിച്ചിരിക്കുന്നതും ഭക്തിയല്ലടോ ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യമനുഭവിച്ചിടുവാൻ യുദ്ധം പറഞ്ഞു. യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനുതൽ കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗ സേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തിനെ കൂട്ടി പുറപ്പെട്ട 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തിനെ കൂപ്പി പുറപ്പെട്ട. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ അയിമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.